നമ്മൾ ഓൾറെഡി ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെയും അതുപോലെ തന്നെ ജനറൽ കേസായിട്ട് ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെയും ഡൊമെയിനിലെ പോയിൻറ്റ്സിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് അത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യാം. എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൺസിഡർ എനി പോയിൻറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഡിഫൈൻഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റിൽ, അതായത് എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിൻറ്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുവാൻ സാധിക്കും. റൈറ്റ് ഹാൻഡ് പോയിൻറ്റിൽ, അതായത് എക്സ് ഈക്വൽ ടു ബിയിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് ഇതുപോലെ ഡിഫൈൻഡ് ആവുകയുള്ളൂ. എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിൻറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു ബിയിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുവാൻ വേണ്ടി കൺസിഡർ എനി പോയിൻറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ക്യൂ ആവാനുള്ള കണ്ടീഷൻ, അതായത് ഫംഗ്ഷൻ എഫിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദി പോയിൻറ്റ് എക്സ് ക്യൂ ആവാനുള്ള കണ്ടീഷൻ, എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെൽ എക്സ് ബിയിലെ ഏതൊരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്താലും എഫ് ഓഫ് ടി എൻ ക്യൂവിലേക്ക് കൺവേർജ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഏതൊരു സീക്വൻസ് ചൂസ് ചെയ്താലും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അതായത് പോയിൻ്റ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെൽ എക്സ് ബിയിലെ ഏതൊരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എൻ എന്നുള്ള സീക്വൻസ് പോയിൻ്റ് ക്യൂവിലേക്ക് കൺവേർജ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ക്യൂ ആയിരിക്കും. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ പോയിൻ്റ് എക്സിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ക്യൂ ആയിരിക്കും. ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുവാൻ വേണ്ടി കൺസിഡർ എനി പോയിൻറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദെൻ എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ക്യൂ ആവാനുള്ള കണ്ടീഷൻ, അതായത് ഫംഗ്ഷൻ എഫിൻ്റെ പോയിൻ്റ് എക്സിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ക്യൂ ആവാനുള്ള കണ്ടീഷൻ പോയിൻ്റ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെൽ എക്സിലെ ഏതൊരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് പോയിൻ്റ് ക്യൂവിലേക്ക് കൺവേർജ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ക്യൂ ആയിരിക്കും. ദെൻ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലൊരു പോയിൻറ്റിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ആ പോയിൻറ്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് തന്നെയായിരിക്കും ആ പോയിൻറ്റിലുള്ള ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. അതായത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ് എഫ് ഓഫ് ടി. അതായത് ആ ഫംഗ്ഷന് പോയിൻ്റ് എക്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ആ രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ ആ പോയിൻറ്റിലുള്ള ലിമിറ്റ്. ദെൻ ഫംഗ്ഷൻ എഫ് പോയിൻ്റ് എക്സിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ, ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആയിരിക്കണം. അത് രണ്ടും എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് ആ പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫ് പോയിൻ്റ് എക്സിൽ കണ്ടിന്യൂസ് ആയിരിക്കുകയില്ല. ഈ സിറ്റുവേഷനിൽ ആ ഫംഗ്ഷന് പോയിൻ്റ് എക്സിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസിനെ പറ്റിയിട്ടാണ്. രണ്ട് ടൈപ്സ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണുള്ളത്. ആദ്യത്തേത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, അതല്ലെങ്കിൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി. രണ്ടാമത്തേത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. നമുക്ക് ആദ്യം ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്ന് നോക്കാം. ജനറലായിട്ട് ഫംഗ്ഷൻ എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് എക്സിൽ കണ്ടിന്യൂസ് അല്ല. ദെൻ രണ്ട് ടൈപ്സ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് നമുക്കുള്ളത്. ആദ്യത്തേത് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്, അതല്ലെങ്കിൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആവാനുള്ള കണ്ടീഷൻ ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആവാനുള്ള കണ്ടീഷൻ ആ പോയിൻറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആയിരിക്കും, അതല്ലെങ്കിൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. That is, if f is discontinuous at x belongs to open interval ab and both f of x plus and f of x minus exist, then f has a simple discontinuity at the point x.
സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റിയുടെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് എക്സിൽ ഡിസ്കണ്ടിന്യൂസ് ആവാൻ രണ്ട് ടൈപ്സ് റീസൺസ് ആണുള്ളത്. ഒന്നുകിൽ എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആയിരിക്കുകയില്ല. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ പോയിൻ്റ് എക്സിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുകയില്ല. ആ കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം ഈ സിറ്റുവേഷനിൽ പോയിൻ്റ് എക്സിൽ ഫംഗ്ഷൻ എഫിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ദെൻ രണ്ടാമതൊരു കേസാണ് എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആയിരിക്കും, ബട്ട് അവ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കുകയില്ല. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ പോയിൻ്റ് എക്സിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും, ബട്ട് ആ കോമൺ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കുകയില്ല. ഈ സിറ്റുവേഷനിലും ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. ഈ ടൈപ്സ് ഡിസ്കണ്ടിന്യൂറ്റീസിനെയാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള കണ്ടീഷൻ എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആയിരിക്കണം, ബട്ട് അവയുടെ കോമൺ വാല്യൂ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കുവാൻ പാടില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള കണ്ടീഷൻ. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി അല്ല എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. സോ ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഒന്നുകിൽ എഫ് ഓഫ് എക്സ് പ്ലസോ അതല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസോ അതല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാണ്ടിരിക്കണം. ദാറ്റ് ഈസ് എയ്തർ എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് മൈനസ് ഓർ ബോത്ത് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് ഫംഗ്ഷൻ എഫിന് പോയിൻ്റ് എക്സിൽ സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള കണ്ടീഷൻ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് ഈസ് റാഷണൽ, ഈക്വൽ ടു 0 വെൻ എക്സ് ഈസ് ഇറാഷണൽ. അതായത് എക്സ് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എക്സ് ഒരു ഇറാഷണൽ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഫംഗ്ഷന് എല്ലാ റിയൽ നമ്പേഴ്സിലും സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണുള്ളത്. കാരണം ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ എഫിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയില്ല. നമുക്കത് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ആർബിട്രറി ആയിട്ടൊരു റേഷണൽ നമ്പർ എ ചൂസ് ചെയ്യുന്നു. ദെൻ എഫ് ഓഫ് എ പ്ലസും എഫ് ഓഫ് എ മൈനസും എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ക്യൂ ആവാനുള്ള കണ്ടീഷൻ പോയിൻ്റ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവൽ എക്സ് ബിയിലെ ഏതൊരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് പോയിൻ്റ് ക്യൂവിലേക്ക് കൺവേർജ് ചെയ്യണം. പോയിൻ്റ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് ഒരു യൂണീക്ക് ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്താലാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ രണ്ട് ഡിഫറെൻറ്റ് സീക്വൻസുകൾ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിൽ നിന്നും ചൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസുകൾ ഒരു യൂണീക്ക് നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യത്തെ സീക്വൻസ് ഇതുപോലെയാണ് ചൂസ് ചെയ്യുന്നത്. ടി എൻ ഈക്വൽ ടു എ പ്ലസ് 1/n, n ബിലോങ്സ് ടു n. ഫോർ ഓൾ n 1/nഉം എയും റേഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എ പ്ലസ് 1/nകളും റേഷണൽ നമ്പേഴ്സ് ആയിരിക്കും. സോ ടി എന്നുകളെല്ലാം റേഷണൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ടി എൻ 1 ആയിരിക്കും ഫോർ ഓൾ n ബിലോങ്സ് ടു n. കാരണം എഫ് ഓഫ് എക്സ് ഇതുപോലെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് ഈസ് റാഷണൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈസ് ഇറാഷണൽ. ഇവിടെ ടി എന്നുകളെല്ലാം റാഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഫോർ ഓൾ n എഫ് ഓഫ് ടി എൻ ഈക്വൽ ടു 1 ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയിരിക്കും. അതായത് 1 1 1 എക്സെട്ര ഈ ഒരു ഫോമില ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ്. ടി എൻ ഈക്വൽ ടു എ പ്ലസ് 1/n നമുക്കറിയാം n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ 1/n ടെൻഡിങ് ടു 0 ആണ്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ടി എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ പ്ലസ് 1/n വിച്ച് ഇസ് ഈക്വൽ ടു എ. സോ ടി എൻ എന്നുള്ള സീക്വൻസ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിലുള്ള ഒരു സീക്വൻസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഒബ്വിയസ്ലി 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്തപ്പോൾ
കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിൽ നിന്നും മറ്റൊരു സീക്വൻസ് ചൂസ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് മറ്റൊരു ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്നും വെരിഫൈ ചെയ്യുന്നു. അതിനുവേണ്ടി സീക്വൻസ് എൻ ഇതുപോലെ ചൂസ് ചെയ്യുന്നു. എൻ ഈക്വൽ ടു എ പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ എൻ. എൻ ബിലോങ്സ് ടു എൻ. റൂട്ട് 2 ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ടും എയും എന്നും റാഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ടും എ എൻ ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. സോ എഫ് ഓഫ് എൻ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എക്സ് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എൻ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ എൻ. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി റൂട്ട് 2 ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളത് 0 ആയതുകൊണ്ട് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എൻ ഈക്വൽ ടു എ ആയിരിക്കും. സോ സീക്വൻസ് എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിലുള്ള മറ്റൊരു സീക്വൻസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എനുകളുടെ സീക്വൻസ് ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഇതുപോലെയാണ് 0 0 0 എക്സെട്ര. ഈ ഒരു ഫോമിലാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എനുകളുടെ സീക്വൻസ്. അതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത് 0ലേക്ക് കൺവേർജ് ചെയ്യും. സോ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിൽ നിന്നും മറ്റൊരു സീക്വൻസ് ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എനുകളുടെ സീക്വൻസ് മറ്റൊരു നമ്പറിലേക്കാണ് ഇവിടെ കൺവേർജ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് 1ലേക്കാണ് കൺവേർജ് ചെയ്തത്. ഈ കേസിൽ എഫ് ഓഫ് എനുകളുടെ സീക്വൻസ് 0ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റിയിൽ നിന്നും ഏതൊരു സീക്വൻസ് ടി എൻ ചൂസ് ചെയ്താലും എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് ഒരു യൂണീക്ക് നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എഫ് ഓഫ് എ പ്ലസ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇതുപോലെ തന്നെ എഫ് ഓഫ് എ മൈനസും എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ എ ഒരു റാഷണൽ നമ്പർ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഒരു റാഷണൽ നമ്പർ ചൂസ് ചെയ്താലും ആ പോയിന്റിലും ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. സോ ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ ഈ ഫംഗ്ഷന് സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഡിഫൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഈസ് റാഷണൽ ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് ഇറാഷണൽ. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. കാരണം ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവ ഈക്വൽ ആണ്. ആ കോമൺ വാല്യൂ എഫ് ഓഫ് 0യോടും ഈക്വൽ ആണ്. ഇവിടെ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റാഷണൽ സീക്വൻസ് ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് 0യിലേക്കാണ്. അതുപോലെ തന്നെ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഏതൊരു ഇറാഷണൽ സീക്വൻസ് ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസും 0യിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ സീക്വൻസ് ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് 0യിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് 0 പ്ലസും എഫ് ഓഫ് 0 മൈനസും 0 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് 0യും 0 ആണ്. സോ എഫ് ഓഫ് 0 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 0 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അതിൽ നിന്നും ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതല്ലാതെ വേറെ ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കുകയില്ല. കാരണം പ്രീവിയസ് പ്രോബ്ലത്തിലേതുപോലെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു റാഷണൽ സീക്വൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് എക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു ഇറാഷണൽ സീക്വൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി എന്നുകളുടെ സീക്വൻസ് 0യിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുക. അതിൽ നിന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സോ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഈ ഫംഗ്ഷന് സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0യിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഡിഫൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x -2 ഇഫ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. ഈ ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു 0യിൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവ ഈക്വൽ അല്ല. ഈ ഫംഗ്ഷൻ്റെ എക്സ് ഈക്വൽ ടു 0യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -2 ആണ്.
റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2 ആണ്. സോ അത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു 0യിൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഓപ്പൺ ഇൻ്റർവൽ -3 ബാക്കി എല്ലാ പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. ദെൻ അടുത്ത എക്സാമ്പിൾ, ഡിഫൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1/x എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയില്ല. അത് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്നും നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. സോ എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് എക്സ് ഈക്വൽ ടു 0യിൽ. ദെൻ തിയറം 4.7 യൂസ് ചെയ്യുമ്പോൾ സൈൻ എക്സ് റിയൽ ലൈനിലൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ടും എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ 1/x കണ്ടിന്യൂസ് ആയതുകൊണ്ടും അവയുടെ കോമ്പോസിഷൻ സൈൻ 1/x എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു 0 ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷന് സെക്കൻഡ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഉള്ളത്.